നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കല്ലൂർ മാറോട് കോളനിയിലാണുള്ളത്. അതീവ ദുഃഖത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം 2 എപ്പിസോഡുകൾക്ക് മുന്നേ ഞാനിട്ട മാറോട് കോളനിയിൽ ഒരു 48 വയസ്സുകാരനായ രാജു എന്ന് പറയുന്ന ഒരു സഹോദരനെ ആന അതിക്രൂരമായി ആക്രമിച്ചിട്ട് ആ ഒരു സ്ഥലവും നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലായിരുന്നു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ച തിരിഞ്ഞ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അതീവ ദുഃഖത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുന്നത്. കാരണം ആ ഒരു സ്ഥലവും ഒക്കെ നേരിട്ട് പോയി കണ്ടതാണ്. അതിഭീകരമായ ഒരവസ്ഥ തന്നെയായിരുന്നു. വളരെ ഗുരുതരമായ ഇഞ്ചുറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാല് ഒടിഞ്ഞു തൂങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്തും ഒക്കെ ചവിട്ടേറ്റിരുന്നു. അത്രത്തോളം വളരെ ഗുരുതരമായ പരിക്കുകളായിരുന്നു. എങ്കിലും രക്ഷപ്പെടുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം നമ്മളെയൊക്കെ വിട്ട് പോയിരിക്കുകയാണ്. വീണ്ടും വയനാട്ടിൽ ഒരാളുടെ ജീവനും കൂടെ വന്യമൃഗത്തിൻ്റെ ശല്യം കൊണ്ട് അല്ലെങ്കിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ വർഷം തന്നെ എത്ര പേരുടെ ജീവനാണ് പോയത് എന്ന് നമുക്ക് അറിയാം. പടമലയിലും അതുപോലെ തന്നെ പാക്കത്തും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരം കാഴ്ചകളൊക്കെ. ഏതായാലും വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് തന്നെയാണ് വയനാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹമായിട്ട് ബത്തേരിയിൽ നിന്ന് പുറപ്പെട്ട വണ്ടി നൂൽപ്പുഴ പഞ്ചായത്തിൽ അവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അങ്ങനെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മിനിസ്റ്റർ OR കേളു അടക്കമുള്ളവരൊക്കെ വന്ന് സന്ദർശിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ കല്ലൂർ വെച്ച് പ്രതിഷേധക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരുടെ നിരവധിയായ ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം കിട്ടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകന് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ഒരു പ്രകടനം ഇവരിവിടെ നടത്തുന്നത്. നാഷണൽ ഹൈവേ ആണ് ഇവിടെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാം ദൃശ്യമാധ്യമ പ്രവർത്തകർ അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ ആ സമയം തന്നെ OR കേളു അതുപോലെ തന്നെ ബത്തേരി MLA IC ബാലകൃഷ്ണൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നൂൽപ്പുഴ പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതീവ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്.
ഏതായാലും നിങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ 2-3 എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ ബിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ, അതായത് 5 വർഷം മുന്നേ കാട്ടാനയുടെ ആക്രമണത്തിൽ 75% ഡിസേബിൾഡായിട്ട് കിടക്കുന്ന ബിജു എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ്റെ അച്ഛൻ്റെ അനിയനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്ന ഈ രാജു എന്ന് പറയുന്ന ഈ ചേട്ടൻ. ആ ചേട്ടൻ്റെ ഇവരുടെ രണ്ടുപേരുടെയും വീട് അടുത്തടുത്താണ്. ഈ കാണുന്നതാണ് അവരുടെ വീട്. ഈ ഒരു വഴി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ വഴി ആണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഇവർക്ക് ഒരു നല്ലൊരു എന്താ പറയുക, സഞ്ചാരയോഗ്യമായ ഒരു വഴി പോലും ഇവരുടെ ഈ ഒരു പ്രദേശത്തേക്കില്ല എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിലും അവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഏതായാലും ഇതാണ് തികഞ്ഞ അവഗണനയാണ് ഈ അനാഥർത്തി പ്രദേശങ്ങളിൽ കിടക്കുന്ന, പ്രത്യേകിച്ച് ST വിഭാഗത്തിൽപ്പെട്ട SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ പ്രദേശത്തൊക്കെ കൂടുതലായിട്ട് താമസിക്കുന്നത്. ഒരാൾ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ സംഭവം നടന്നിരിക്കുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ ഇവിടെയാണ് ആന വന്ന് നിന്നിരുന്നത്. ഈ വഴിക്കാണ് രാജു നടന്നു വന്നിരുന്നത്. അപ്പൊ നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, ഇത് ഒരു ജനവാസ മേഖല തന്നെയാണ് നമ്മുടെ ഈ ചുറ്റുമുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും വീടുകളുണ്ട്. സ്ഥിരമായിട്ട് ആളുകൾക്ക് രാത്രി വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് വയനാട്ടിൽ മിക്കവാറും സ്ഥലങ്ങൾ അല്പം പോലും സേഫ് അല്ല എന്നുള്ളതാണ്. ഇവിടെ വെച്ച് ആന അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെയും ആനയൊക്കെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒരു കാര്യം കൂടി, ഒരു വസ്തുത, ഒരു ഡേറ്റ അല്പം നമുക്ക് മനസ്സിലാക്കണം. ഇന്നലെ കേരള നിയമസഭയിൽ വെച്ച് വനമന്ത്രി പറഞ്ഞു കേരളത്തിൽ ആകപ്പാടെ 1793 ആനകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമുക്കറിയാം 2020-21 വർഷത്തിൽ 35 പേരാണ് കാട്ടാന ആക്രമണങ്ങളിൽ മരിച്ചത്. ഓരോ വർഷം കഴിയുന്തോറും ആ കണക്ക് കൂടി വരികയാണ് ചെയ്യുന്നത്. ഒരു ആനയുടെ ജീവിതം എന്ന് പറയുന്നത് സുമാർ 80 വയസ്സാണ്. അപ്പൊ ഒരു ആനയുടെ ജീവിത കാലഘട്ടത്തിൽ 35 × 80 2800 ആളുകൾ കൊല്ലപ്പെടും. ഈ 2800-നെ ഈ 1700 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1.5 ആണ്. അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു ആനയുടെ ജീവിതത്തിൽ ശരാശരി 1.5 ആളുകളെ കൊല്ലും എന്നാണ്. പക്ഷെ എല്ലാ ആനകളും അപകടകാരിയല്ല. അപ്പൊ 4 ആനകളിൽ ഒരാനയാണ് അപകടകാരി എന്ന് നോക്കുകയാണെങ്കിൽ ആ ആനയുടെ ജീവിതത്തിൽ കൊല്ലുന്നത് 6 പേരെ ആയിരിക്കും. അതായത് അത്യന്തം അപകടകാരിയായ ഒരു ജീവിയാണ് ഇതുപോലത്തെ ആനകൾ. ഈ ആന ഇതിന്റെ ലാസ്റ്റ് ഒക്കറൻസ് ആയിരിക്കില്ല. ഈ ആന ഈ പ്രശ്നം ഇനിയും ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ആനകളെ എത്രയും വേഗം പിടിച്ച് കുങ്കിയാക്കുകയോ അല്ലെങ്കിൽ ഈ ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇടുകയോ ചെയ്യണം. അല്ലാണ്ട് നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഇത് ഇനിയും സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തം തന്നെയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG വളരെ നിശ്ചിതമായിട്ട്, സർക്കാരിന്റെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. വളരെ നിശ്ചിതമായിട്ടാണ് വനംവകുപ്പിനെ അവിടെ വിമർശിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് 15 സ്ഥലത്ത് അവർ പോയി നോക്കി, വേലി നോക്കി. അതിൽ 12 സ്ഥലത്തും വേലികൾ കറക്റ്റായിട്ടല്ല. 8 സ്ഥലത്ത് വേലി വർക്ക് ചെയ്യുന്നില്ല. ബാക്കിയുള്ള സ്ഥലത്ത് വേലിയിൽ ഈ ചെടിയൊക്കെ വളർന്ന് എർത്തായി ഇരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പിടിച്ചു മാറ്റാനുള്ള നിയമം മൂലം സർക്കാരിന് സാധിക്കുന്ന ആനകളെ പിടിച്ചു മാറ്റാനുള്ള കാര്യം ചെയ്യുന്നില്ല. തന്നെയല്ല, കേന്ദ്ര സർക്കാരിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് ആനയായിട്ട് സംബന്ധിച്ച്. അവർ പറയുന്ന എലിഫന്റ് എക്സ്ക്ലൂഷൻ സോൺ എന്ന് പറയുന്നത് കാട്ടാന ജീവിക്കേണ്ടത് വനത്തിലാണ്. ഇതുപോലെ ജനവാസ മേഖലയിലുള്ള കാട്ടാനകളെ പിടിച്ചു മാറ്റി വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യണം. ആ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്ന സ്ഥലം 300-400 കിലോമീറ്റർ ദൂരെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതൊന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവസാനത്തെ വിഷയമായിരിക്കില്ല. ഇനിയും നിരവധി വിഷയങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. അത് ഇപ്പൊ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയും ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മുടെ രാജുവിന്റെ അവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ വന്യമൃഗശല്യം മൂലം മരണപ്പെട്ടവരുടെ വിവരങ്ങൾ RT മുഖാന്തരം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ RTയിൽ കൃത്യമായിട്ട് പറയുന്നത് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലാണ്ട് അതിന് പണമൊന്നും കിട്ടിയിട്ടില്ല. കൊല്ലപ്പെടുന്ന ആർക്കും
സർക്കാർ സാധാരണ തരുന്ന ഒരു കോമ്പൻസേഷൻ ആണ് 10 ലക്ഷം രൂപ. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10 ലക്ഷം രൂപ ഒന്നുമല്ല. തന്നെയല്ല ഈ 10 ലക്ഷം രൂപ മുഴുവൻ തരുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പൊ അതായത് സംസ്ഥാന സർക്കാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആ 4 ലക്ഷം രൂപ അതിന്റെ സർക്കാർ കൊടുക്കുന്നില്ല. തന്നെയല്ല കേരള സർക്കാർ യാതൊരു ഫണ്ടും കൊടുക്കുന്നില്ല. ഇതുവരെ നടന്നിട്ടുള്ളത് ഇപ്പൊ തോമസ്, ഒരു വർഷത്തിൽ കൂടുതലായി മരിച്ച തോമസിന്റെ പോലും ശുപാർശ കൊടുത്തു എന്ന് മാത്രമാണ് RTI പ്രകാരം വന്നിട്ടുള്ളത്. നഷ്ടം പരിഹാരമായിട്ട് യാതൊന്നും കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഇനി ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. പാവം, നമ്മളിപ്പോ ചെന്ന് എന്ത് സങ്കടകരമാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് രാഷ്ട്രീയക്കാരൊക്കെ മീറ്റിങ്ങിന് പോകും, ശുപാർശ എന്ന് പറഞ്ഞ് തിരിച്ചു വരും, ഈ ബോഡി മറവിയും, അതിനുശേഷം ആരും ഈ പാവം കുടുംബത്തിനെ തിരിഞ്ഞു നോക്കില്ല. ഇത് തന്നെയായിരുന്നു നമ്മുടെ തോമസിന്റെ അവസ്ഥയും അതുപോലെ തന്നെ പോളിന്റെ അവസ്ഥയും എല്ലാം. അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മോനും ഉണ്ട്. അതെ, അപ്പൊ ആ ചേട്ടന്റെ മോന് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മോൻ ബിജു പരിക്ക് പറ്റി കിടക്കുകയാണ്. ബിജു അവിടെ 5 വർഷമായിട്ട് അവിടെ പരിക്ക് പറ്റി കിടക്കുകയാണ്. കൃത്യമായിട്ടും ഇതിനെതിരെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയിൽ തിരിച്ച് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ ചികിത്സാ ചെലവ് മാത്രമേ ഞങ്ങൾക്ക് വഹിക്കാൻ നിവൃത്തിയുള്ളൂ, എന്നാൽ സമയം തൊഴിൽ നഷ്ടവും മറ്റു നഷ്ടപരിഹാരം നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ അന്വേഷിച്ച പലർക്കും ചികിത്സാ ചെലവ് പോലും മാന്യമായിട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ പെൻഷന്റെ കാര്യം, ഇങ്ങനെ 75% ഡിസബിലിറ്റി ഉള്ള അവർക്ക് വെള്ളക്കാടാന്ന് പറഞ്ഞിട്ട് അതെനിക്കൊന്ന് പഠിക്കാനുണ്ട്, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഫുൾ ഡിസബിലിറ്റി, പെർമനന്റ് ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് കേന്ദ്ര സർക്കാർ തന്നെ 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ബിജുവിന് അതൊന്നും കിട്ടിയിട്ടില്ല. ബിജുവിന് ആ കിട്ടിയിട്ട് 71,000 രൂപ മാത്രമാണ്. അപ്പൊ അതിനെല്ലാം ബിജു അർഹനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ബിജുവിന് അതൊന്നും കിട്ടുന്നില്ല. തന്നെയല്ല, ഈ വന്യമൃഗം എന്ന് പറയുന്നത് ഈ വനത്തോട് ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ഉടമസ്ഥൻ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വന്യമൃഗം മൂലം എന്തെങ്കിലും പരിക്ക് പറ്റിയോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു പൗരന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ജീവിക്കാനും ഉള്ള അവകാശം. അത് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റിന് ലംഘനം സംഭവിക്കുമ്പോൾ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അയാളെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത്. നിർഭാഗ്യവശാൽ അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ.
ഇവനാണെങ്കിൽ റോട്ട് പോലെ ഇതാക്കി വണ്ടി പൊട്ടി ഇതാക്കി വണ്ടി വരുന്ന ആ സമയത്ത് ഇവന് റോട്ട് കൂടി വരികയാണ്. ആന ആ ഞാറ്റിൽ കൂടി അഞ്ഞി ഉണ്ടായിരുന്നു. ഇവനെ ഓടിച്ചു കൂടി അഞ്ഞി അതിൻ്റെ പുറകെ ഇവന് ആരും ഇതായിട്ട് കാണുന്നില്ല. അവന് മഴയല്ല, അന്നേരം അവന് റോട്ടിൽ അവനെ തട്ടി. അന്നേരം കൂടിയാൽ പിന്നെയും ഓട്ടി പോയി 2 കണ്ടം ഇതായിട്ട് ഓടിപ്പോയി അവിടുന്ന് വെച്ച് തട്ടി ഇതാക്കി കൂടി ഭയങ്കര ഇതാക്കി. അന്ന് 8 മണി 8 ഇതാക്കി കൂടെ 8 ആയിക്കാണ് ആ സമയത്ത് കൂടെ ആരും ഇതാക്കി അറിയുന്നില്ലല്ലോ. അങ്ങനെ വിടാൻ ഇവർ ഒച്ചയും പോലെ ആന നമ്മുടെ വീടിൻ്റെ അവിടെ ഇതാക്കിയിട്ട് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം, ഇവരാണെങ്കിൽ ഒച്ചയും പോലെ എടുത്തു. അങ്ങനെ ഓടിപ്പോയി നോക്കുമ്പോഴാണ് സംഭവം ഇതാക്കി വിടാൻ ഇവനെ തട്ടി. പിന്നെ പെണ്ണുങ്ങളും എൻ്റെ മോളും കൂടിയാഞ്ഞ് ഇവനെ കെട്ടിപ്പിടിച്ചത്. നമ്മളെന്താ അറിയുന്നില്ലല്ലോ. ആനന് ഭയങ്കര ഒച്ച. ഇല്ല, പെണ്ണുങ്ങൾ വിളിച്ചാണ് ഇവിടെ അന്നേരം. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ എന്നെ ആന തട്ടി. ആർക്ക് വിശ്വാസം ഇല്ല. അങ്ങനെ ഇവന് പറയാണ് എന്നെ ആന തട്ടി. ഇപ്പം അനിയൻ്റെ ആണ് വിശ്വൻ്റെ അവിടെയാണ് എൻ്റെ അടുത്ത കൂടിയാണ്. അവന് ഓടി അവിടെ ഇതാക്കി എന്നെ ആന തട്ടിയിട്ടുണ്ട്. എന്താണുള്ള പ്രശ്നം എനിക്കറിയും. അങ്ങനെ ഇവർക്ക് വിശ്വാസം ഇല്ല. വിളിച്ചിട്ടല്ല അന്നേരം ഇവന് അങ്ങനല്ല. ആ പ്രശ്നത്തിൽ കൂടിയാണ് ഇവന് ഓടി അവിടുന്ന് റോട്ടിൽ നിന്ന് തട്ടി അവിടുന്ന് ഇതില്ല. അങ്ങനെ പോയിട്ട് പിന്നെ ഇവന് കൂടെ നമ്മുടെ വേലി ഉണ്ടല്ലോ എൻ്റെ വിഷയം അപ്പുറത്ത് കിടക്കാൻ പറ്റും. അവിടെ വീണ് പോയി. അങ്ങനെ അവിടെ നിന്ന് തട്ടി. അവൻ പറഞ്ഞ് 3 കുത്തി ആന 2 കുത്തി. അപ്പോൾ കാല് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒച്ച നല്ല ആന നമ്മുടെ വീടിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ആന പോയിട്ടില്ല. അങ്ങനെ ഇവന് പറയുമ്പോൾ അങ്ങനെ ഇതാക്കി എന്താ ഒച്ച നിലവിളി. അപ്പോൾ 2ാമത് ആന ഉണ്ടോ അറിയില്ല, എത്ര ആന ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇവൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഇവൻ വീട് കുത്തി ഇതാക്കി നിൽക്കണ്. പിന്നെ പെണ്ണുങ്ങളും മോളും ഇവനെ കുട്ടിപ്പറ്റി. അപ്പോഴാണ് സംഭവം അറിയുന്നത്. ആന ഒരു ചീറ്റിലും ആ സംഭവത്തിലാണ് ആന അറിയുന്നത്. അതുവരെ ആർക്കും ഒരു ഇതില്ല. ഇവരൊക്കെ അനിയന്മാരൊക്കെ ആന ഓട്ടിക്കാൻ പോയി. ആളറിഞ്ഞ് ഇവള് വിളിച്ചു പറഞ്ഞു കൂടാങ്ങി. അപ്പൊ ഇവള് ചോദിച്ചു ആന ഒച്ചക്ക്. അപ്പൊ അവൻ പറഞ്ഞ് ആനനെ തട്ടിപ്പോയി, ആനാണ്. അങ്ങനെയാണ് ഇവരറിഞ്ഞത്. പെണ്ണുങ്ങൾ ഫോൺ വിളിച്ച് ഇതാക്കി കൂടാഞ്ഞ്. അവൻ പെണ്ണുങ്ങൾ വിളിച്ചപ്പോൾ ഇവന് പറഞ്ഞ് ഫോൺ ഇതാക്കി കൂടാഞ്ഞ് എന്നെയാണ് ആന തട്ടി. അവിടെയാണ് ഈ ഭയങ്കര ചേറിൽ ആന ഒച്ചമ്പോളത്ത്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഇവർ എല്ലാവരും ഓടി. അപ്പോൾ ഇത് പിന്നെ ഞങ്ങൾ ആന ഓടിച്ചതാക്കി ഞാൻ പറഞ്ഞു. ഞാൻ അയച്ചിട്ട് നോക്കുമ്പോൾ ആന കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ അടുത്ത് ഇത്രയും വിട്ട് ഇങ്ങനെ ആന നിൽക്കുന്നുണ്ട്. ആന പോയിട്ടില്ല. നിന്റെ അനിയനായിട്ട് വരും. അനിയൻ്റെ മോൻ ഏട്ടനിയൻ, ഈ ഇളയച്ചൻ്റെ മോൻ അലിയച്ഛൻ്റെ മോൻ. അങ്ങനെ ഇതാകുമ്പോഴാണ് ഇവർ പറയുന്നത് എടാ ജാതി ആന തട്ടി. അങ്ങനെ ഓടി ഞാൻ പോയി. അതാണ് അങ്ങനെ വേലി കടന്ന കച്ചിലായി. അങ്ങനെ ഞാൻ ഓടിപ്പോയി. അന്നേരം ഇതാക്കി വിടാൻ ഇപ്പൊ രാജനുണ്ടല്ലോ, അവന് വണ്ടി ഉണ്ടല്ലോ കാറ്. അപ്പൊ ഇങ്ങനെ രാജ വണ്ടി രാജ വണ്ടി അട്ടിക്കിനി ആന അട്ടിക്കിനി ഇല്ലല്ല വിളിച്ച് ആ വണ്ടി ഇതാക്കിയാണ്. അപ്പൊ ഇവൻ രാജന് വണ്ടി വിളിച്ച് കാറുണ്ടല്ലോ. അന്നേരം ഇവൻ പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ. അപ്പൊ തന്നെ ആ വണ്ടി എടുത്ത് ഇങ്ങനെ രാജന് കാറ് പരിക്ക് പറഞ്ഞ കാല്. അപ്പൊ ഈ കാലിന് അറ്റുപോയിട്ടുണ്ട്. ഈ കാലിന് ഇവിടെ ഇത് വിട്ടുപോയി. തോല് മാത്രമേ നമ്മളപ്പം തന്നെ പറഞ്ഞു. പിന്നെ നെഞ്ചിനാണെങ്കിൽ ആ പരിക്ക് ഗുരുതരാണ്. അത് പിന്നെ ശരിക്കും നോക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത് ഇവിടെ. ഞാൻ ഓടിപ്പോയി ഇവനെ വണ്ടി വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വണ്ടി കയറ്റി പോകണം, ഇങ്ങനെയാണ്. അപ്പം ഞാൻ രാജന് ആന തട്ടിയുണ്ട്, നീ വാ. അങ്ങനെ അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് അവൻ വണ്ടി എടുത്തത് ഞാൻ പുറകെയാണ്. അങ്ങനെയാണ് സംഭവം. ആനനെ നേരിട്ട് കണ്ടല്ലോ? നേരിട്ട് നമ്മളൊക്കെ ആന നേരിട്ട് കണ്ടത്. ഞാൻ ലൈറ്റിട്ട് നോക്കുമ്പോ ആന ഏത് ആനല്ല ഇത് തട്ടിയുള്ള ആനല്ല. അതാണ് വീട്ടില് അന്നൊക്കെ പറഞ്ഞ ഗോവിന്ദ ഒക്കെ പറഞ്ഞ തട്ടി ഇതാക്കി എന്നൊക്കെ പറഞ്ഞായിരുന്നു. കഥ തുറന്നുകൊണ്ട് കച്ചിലായി. ആ തുറന്നിട്ട് ഇതാണ് കൂടിയാണ്. അങ്ങനെ ഇതാകുമ്പോൾ സംഭവം നമ്മൾ അറിയുന്നത് ഇങ്ങനെ വന്നു. അപ്പോൾ ഭയങ്കര ഒച്ച. പിന്നെ ആനയാണോ നമ്മൾക്ക് ഒരു ഇതുമില്ല.
പിന്നെ നോക്ക് ഇപ്പൊ ഒച്ചയും ബഹളം കേൾക്കല്ലേ. എന്നിട്ട് പിന്നെ എങ്ങനെ ആന ആൾക്കാരെ ഓടിച്ചിട്ടാണ് പോയെ? ആൾക്കാർ ഓടിച്ചാണ് പോയി. അന്യന്മാരൊക്കെ വന്ന് ഓടിച്ച് ഇതാക്കിയാണ് പോയത്. ഓടിക്കാനുള്ള സമയമില്ല, ഒന്നുമില്ല. നമ്മൾ ലൈറ്റിട്ട് നമ്മള് ലൈറ്റിട്ട് ഒലായി നിൽക്കുന്നതാണ്. പിന്നെ പടക്കം ഒന്നുമില്ല. നമ്മളെ ഒച്ചിട്ട് ആന പോകുന്നില്ല. അങ്ങനെ ഒച്ചിട്ട് എന്റെ ഭാര്യയും മക്കളൊക്കെ കൂടി ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. നമ്മൾ ആ വീട്ടിലെ ദുഃഖകരമായ ആ ഒരു സാഹചര്യം കണ്ടു. അതുപോലെ തന്നെ ഇന്ന് നടത്തിയ ആ ഒരു സർവകക്ഷി യോഗത്തിലൊക്കെ കുറേ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മകന് ആദർശിന് ജോലി കൊടുക്കാമെന്നും, അതുപോലെ തന്നെ ഇവിടുത്തെ ഫെൻസിങ് ശരിയാക്കാമെന്നും, അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള വഴി, നിങ്ങളിപ്പോൾ ഈ വഴിയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഭയങ്കര ചെളിയാണ്. വണ്ടിയൊക്കെ തെന്നി കിടന്ന് കളിക്കുവാണ്, ഒരു വണ്ടി പോലും പോകില്ല. അപ്പോൾ ആ ഫെൻസിങ്ങും ഈ റോഡൊക്കെ ശരിയാക്കാമെന്നും, അതുപോലെ തന്നെ ഇവർക്കൊരു വീട്, അതുപോലെ തന്നെ 11 ലക്ഷം രൂപ ഇവർക്ക് കോമ്പൻസേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ യോഗത്തിൽ തീരുമാനമൊക്കെ വന്നിട്ടുണ്ട്. വന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇതൊക്കെ എത്ര ശതമാനം നടക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം പ്രഖ്യാപനങ്ങളെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എല്ലാ പ്രഖ്യാപനങ്ങളും നടക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു. ഒത്തിരി പ്രഖ്യാപനങ്ങളെല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് ആണ് സാധാരണ നിൽക്കാറ്. ഏതായാലും ഇതെങ്കിലും നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഒരു അപകടം നടന്നതിന് ശേഷം ഇത്തരം വലിയ പ്രഖ്യാപനങ്ങളും ഇത്ര പൈസയുടെ ഇടപാടും പരിപാടികളൊക്കെ നടത്തുന്നതിന് മുന്നേ, ഒരു അപകടം നടക്കുന്നതിന് മുന്നേ അധികാരപ്പെട്ടവർക്ക് ഇത്തരം ഒരു അവരുടെ കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ഫെൻസിങ് കറക്റ്റായിട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ, ആന ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുള്ള മാർഗ്ഗമൊക്കെ നോക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ജീവൻ പോയില്ലായിരുന്നു. ഒരു ജീവൻ പോയിട്ട് നമ്മൾ എന്തെല്ലാം കൊടുത്തിട്ട് എന്താ കാര്യം? എത്ര രൂപ കൊടുത്തിട്ട്, കോടി രൂപ കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു ജീവന് പകരമായില്ലല്ലോ. ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ ആ മകളുടെ അച്ഛന് നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ആ ഭാര്യയുടെ ഭർത്താവിന് നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ സഹോദരനെ നഷ്ടപ്പെട്ടു. ഇതുപോലെ ഒത്തിരി നഷ്ടങ്ങൾ വന്നതിന് ശേഷം ഇങ്ങനെ ഒത്തിരി പ്രഖ്യാപനങ്ങളും ഒത്തിരി വാഗ്ദാനങ്ങളും ഒത്തിരി കോമ്പൻസേഷനൊന്നും കൊടുത്തിട്ട് എന്താണ് കാര്യം? ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയെങ്കിലും അങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് ആ വീട്ടിൽ സത്യം പറഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് ആ വീട്ടിൽ എന്താ പറയുക, ആ വീട്ടിൽ നിന്നിട്ട് നിങ്ങളിപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. ആ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാനും ആ ഒരു വീഡിയോ പകർത്താനും ഒക്കെ വളരെയധികം ഒരു പ്രയാസമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കരച്ചിലും. കാരണം നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാർക്കറിയാം, ബിജു എന്ന് പറയുന്ന കാട്ടാന ചവിട്ടി നട്ടലൊടിച്ച് 5 വർഷമായിട്ട് 75% ഡിസബിലിറ്റിയുമായിട്ട് കിടക്കുന്ന ബിജു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ വീഡിയോ ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് ഞാനിട്ടത്. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ രാജു എന്ന് പറയുന്ന ചേട്ടന് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. അതെന്തൊരു കോഇൻസിഡൻസ് ആണെന്ന് എനിക്കും സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോൾ ആ രാജുചേട്ടൻ്റെ ചേട്ടൻ, അതായത് ബിജുവിൻ്റെ അച്ഛൻ, എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ മകൻ്റെ ഈ ഒരു വിഷയം പലരും അറിഞ്ഞത് എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കരധികം പ്രയാസം തോന്നി. അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് സന്തോഷിക്കാൻ തോന്നിയില്ല. കാരണം ഞാൻ അവിടെ ആ ഒരു മരിച്ച വീട്ടിൽ നിന്നിട്ട് ഞാൻ ആലോചിച്ചിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും എൻ്റെ ഒരു സിറ്റുവേഷൻ എന്നാണ് എനിക്ക് ആ മകൻ്റെയൊക്കെ കരച്ചിൽ, അവരുടെ ആ വീട്ടിലുള്ളവരുടെയൊക്കെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമുക്കെല്ലാവർക്കും ഒരിക്കൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മരണം എന്നൊക്കെ പറയുന്നത്. ആ വീട്ടുകാരോടും അവരുടെ കുടുംബത്തോടും ഒക്കെയുള്ള അവരോടൊക്കെ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നു. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. ആ കുടുംബത്തിന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു പ്രഖ്യാപനങ്ങളെങ്കിലും മര്യാദയ്ക്കൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മാത്രമേ ഞാനിപ്പോൾ പ്രത്യാശിക്കുന്നുള്ളൂ. കാരണം അതവർക്കിപ്പോൾ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയായിപ്പോയി. നമുക്കറിയാം, ഈ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ ഒരു ഗതി വന്നത്. അപ്പോൾ വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഒരു പൊതു വിപത്ത് തന്നെയായി മാറിയിരിക്കുകയാണ്.
അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ആ കാഴ്ചകൾ കണ്ട ആപ്പാടെ ഞാനും വളരെ ദുഃഖത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്താ പറയുക, ഇത്രേ ഉള്ളൂ.